നമസ്തേ, ഞാൻ അരിപ്പാട് KS പണിക്കർ. ഈ വീഡിയോ ഇടാൻ എന്നെ പ്രേരിപ്പിച്ചത് ചിരകാലമായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചില സംശയങ്ങളാണ്. ഞാൻ പലരിൽ നിന്നും, പല ശ്രേഷ്ഠ വ്യക്തികളിൽ നിന്നും, അത് ആത്മീയ തലത്തിൽ ഉയർന്ന വ്യക്തികൾ, അവരുടെ സത്സംഗ് അതുപോലെ പ്രഭാഷണങ്ങളിൽ നിന്നും കേൾക്കാനിടയായ ഒരു പ്രത്യേക വിഷയമാണിത്. പക്ഷേ അവരോട് ആരും ചോദിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വിവരം എക്സ്പ്ലെയിൻ ചെയ്ത് എനിക്ക് പറഞ്ഞുതരാൻ അവർക്ക് കഴിഞ്ഞില്ല. അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ചില ബുക്കുകളിൽ, ചില പുസ്തകങ്ങളിൽ നിന്നും, നിഗൂഢ ശാസ്ത്രങ്ങളിൽ നിന്നും കിട്ടിയ അറിവും അതുപോലെ എൻ്റെ ആത്മീയ യാത്രയിൽ അല്ലെങ്കിൽ എൻ്റെ ആത്മാവിൻ്റെ തലങ്ങളുടെ മെഡിറ്റേഷനിൽ കൂടി ഞാൻ അനുഭവിച്ചറിഞ്ഞ കുറച്ച് കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ വീഡിയോ ഇടുകയാണ്. ഇവിടെ ചോദ്യങ്ങളുണ്ട്. കമന്റിൽ വരുന്ന ആരെങ്കിലും കമന്റിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തെറ്റൊന്നുമില്ല. പക്ഷെ എനിക്ക് ഗ്രന്ഥങ്ങളിലുള്ള ഒരു ഉത്തരം, ഗ്രന്ഥങ്ങൾ പറഞ്ഞിരിക്കുന്നതിൽ റെഫറൻസ് അനുസരിച്ചുള്ള ഉത്തരം മാത്രമേ തരാൻ സാധിക്കത്തുള്ളൂ. എത്രമാത്രം അതിനകത്ത് സത്യസന്ധതയുള്ളത്, അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ്. പക്ഷേ എല്ലാം ഒന്നും എനിക്ക് അനുഭവിച്ചറിയാൻ സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ ഈ ജന്മത്ത് സാധിച്ചിട്ടില്ലെങ്കിലും അടുത്ത ജന്മത്തെങ്കിലും അതിന് സാധിക്കാൻ ഇടവരട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. വിഷയം എന്ന് പറയുന്നത്, ഒരു മരണശേഷം ആത്മാവിന് സഞ്ചരിക്കേണ്ട 18 മണ്ഡലങ്ങളെക്കുറിച്ച് പലയിടത്തും ഞാൻ കേൾക്കാനിടയായിട്ടുണ്ട്. ഈ 18 മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഇതുവരെ എനിക്ക് വിശാലമായിട്ട് ആരിൽ നിന്നും ഒരു എക്സ്പ്ലനേഷൻ കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ 14 മണ്ഡലങ്ങളെക്കുറിച്ച് പല ഗ്രന്ഥങ്ങളും നമ്മൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഈ 18 മണ്ഡലങ്ങളെക്കുറിച്ച് ഇതുവരെ ആരും അതിൻ്റെ ഒരു ശരിയായിട്ടുള്ളൊരു ഉത്തരം എനിക്ക് തന്നിട്ടില്ല. എന്നാൽ ചില ആത്മീയ ഗൂഢശാസ്ത്രം, അതായത് സങ്കല്പങ്ങളിലും തന്ത്രശാസ്ത്ര തത്വങ്ങളിലും ആത്മാവിൻ്റെ യാത്രയിലെ ആദ്യത്തെ മണ്ഡലങ്ങളെക്കുറിച്ച് പറയുന്നത് ജന്തുക്കളുടെ ഊർജ്ജമണ്ഡലം എന്നാണ്. അഥവാ മൃഗീയ ഭൗതിക ഊർജവുമായിട്ട് ഇതിന് ബന്ധം ഉണ്ടെന്ന് വിശദീകരിക്കുന്നുണ്ട്. മരണത്തിന് ശേഷം ആത്മാവ് ഭൗതിക ശരീരം ഉപേക്ഷിച്ചാലും ജീവിച്ചിരുന്നപ്പോൾ അനുഭവിച്ചിരുന്ന കാമം, വിശപ്പ്, ദാഹം, ഭയം തുടങ്ങിയ പ്രാഥമിക ജന്തുവാസനകളും, അതായത് ഇത് ഒരു ബേസാണിത്, ആനിമൽ ഇൻസ്റ്റിക്റ്റിന്റെ ഒരു ബേസാണ്. പ്രാകൃത ഊർജവും ഈ ആദ്യഘട്ടത്തിൽ ആത്മാവിനെ വിട്ടുപിരിയുന്നില്ല എന്ന് കൃത്യമായി പറയുന്നു. ഈ ആദ്യ 4 മണ്ഡലങ്ങളിൽ ജന്തുക്കളുടെ ഊർജ്ജ ശരീരം, അതായത് ആനിമലിസ്റ്റിക് എനർജി ബോഡി, പ്രാണിക് ഓറ എന്ന് പറയും, നിലനിൽക്കുന്നതിന്റെ പ്രധാന കാരണങ്ങൾ താഴെ പറയുന്നവയാണ്. കാമവാസന ബന്ധം, ഭൗതിക ശരീരവുമായും ഏറ്റവും അടുത്ത നിഴൽ രൂപത്തിലുള്ള ഊർജ തലമാണിത്. മൃഗങ്ങളെപ്പോലുള്ള ആഹാരം, ഭയം, മൈഥുനം തുടങ്ങിയ അടിസ്ഥാന ആഗ്രഹങ്ങൾ മാത്രം പ്രകടമാകുന്ന അവസ്ഥയാണ് ഒന്നാമത്തേത്, കാമവാസനയാണ്. രണ്ടാമത്തേത് പ്രാണ സൂക്ഷ്മ ശരീരഘടന എന്ന് പറയും. പ്രാണിക്ക് ആൻഡ് വൈറ്റൽ എനർജി, ജീവനുമായി നേരിട്ട് ബന്ധപ്പെട്ട പ്രാണമയ കോശം പൂർണ്ണമായി വിഘടിച്ചിട്ടുണ്ടാവില്ല. ഇത് മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ഒരുപോലെയുള്ള അടിസ്ഥാന ജീവോർജ രൂപമാണ് പ്രാണ സൂക്ഷ്മ ശരീരഘടന എന്ന് പറയും. മൂന്നാമത്തേത് മൃഗീയ പ്രകൃതമാണ്. ഉയർന്ന ചിന്താശേഷിയോ ആത്മീയ ബോധമോ ഉണരാതെ വാസനകൾക്ക് മാത്രം അടിമപ്പെട്ട് നിൽക്കുന്ന ഊർജ മണ്ഡലമാണിത്, മൃഗീയ പ്രകൃതം. എല്ലാ മനുഷ്യനിലും ഉണ്ട്. കാര്യം നമ്മളൊന്ന് ചിന്തിച്ചാൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. 84 ലക്ഷം യോനി കറങ്ങി തിരിഞ്ഞിട്ടാണ് ഒരു മനുഷ്യ ശരീരത്തേക്ക് എത്തിച്ചേരുന്നതെന്ന് പറയപ്പെടുന്നു. അപ്പൊ ഏതൊക്കെ യോനിയിലായിരിക്കും നാം കറങ്ങി തിരിച്ചത്? അതായത് ജലജന്തു ഉൾപ്പെടെ മരങ്ങളായിട്ട് നിന്നിട്ടുണ്ടാവാം, അതുപോലെ തന്നെ കാലില്ലാതെ ഉരകങ്ങളായി സഞ്ചരിച്ചിട്ടുണ്ടാവാം, അതുപോലെ എത്രയോ കാലുകൾ വെച്ച് പ്രാണിയായി സഞ്ചരിച്ചിട്ടുണ്ടാവാം. ഇതെല്ലാം കഴിഞ്ഞാണ് 2 കാലിൽ വന്നു നിന്നത്. അപ്പൊ ഈ മൃഗീയ സ്വഭാവം, പ്രകൃതം, നമ്മുടെ അനിമൽ ഇൻസ്റ്റിങ്ക്റ്റ് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ബോഡിയിൽ എന്തായാലും ഉണ്ടാവും. നമ്മുടെ പ്രാണനിലുണ്ട്, നമ്മുടെ ശരീരത്തിലുണ്ട്. ഈ പ്രാണ ശരീരം അല്ലെങ്കിൽ ഈ വാസന അടിമപ്പെട്ട് നിൽക്കുന്ന ഊർജ ഒരു തലമാണ് മൃഗീയ പ്രകൃതം എന്ന് പറയും. അടുത്തത് ഭൗതിക ലോകവുമായുള്ള വടംവലി, അതായത് ഭൗതിക ലോകത്തോടുള്ള കടുത്ത ആസക്തി കാരണം
ഉന്നത ആത്മീയ ലോകങ്ങളിലേക്ക് ഉയരാൻ കഴിയാതെ തങ്ങി നിൽക്കുന്ന താഴ്ന്ന ഊർജ തലമാണിത്. ഇത് കൃത്യമായി ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യ ശരീരവുമായിട്ട് ഇവിടെ എത്തിച്ചേർന്നവൻ എപ്പോഴും അറ്റാച്ച്മെന്റിന് വിധേയനാണ്. എല്ലാവരും സത്സംഗിലും അതുപോലെ സപ്താഹത്തിലൊക്കെ വിളിച്ചു പോകാറുണ്ട് ഈ എനർജി, അതായത് ഈ ഒരു എനർജി ഭാവത്തെക്കുറിച്ച്, അറ്റാച്ച്മെന്റ് ഭാവത്തെക്കുറിച്ച്. ഞാനെന്നുള്ള അഹങ്കാരവും എന്റേതെന്നുള്ള രീതിയും കൂടി കലരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥാവിശേഷമാണ് ഈ പറയുന്ന അറ്റാച്ച്മെന്റ് തലം എന്ന് പറയുന്നത്, അതായത് താഴ്ന്ന ഊർജ്ജതലം എന്ന് പറയുന്നത്. ഈ നാല് അവസ്ഥകൾ മൃഗത്തിന്റെ അവസ്ഥ തന്നെയാണ്. അപ്പോൾ ഒരു ആത്മാവ് പോകുമ്പോൾ ആദ്യത്തെ നാല് പടികൾ എന്ന് പറയുന്ന 4 മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ഈ വാസങ്ങളെല്ലാം കെട്ടിക്കിടക്കുന്നത് കൊണ്ട് ഇതിൽ കുരുങ്ങി നിൽക്കുന്നു എന്ന് പറയപ്പെടുന്നു. ഇനി അടുത്ത 4 മണ്ഡലങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. മനോമയ മണ്ഡലം, അതായത് മെന്റൽ ഇമോഷണൽ പ്ലെയിനാണത്. അതായത് ഇത് മനോമയ മണ്ഡലമാണ്. ജീവിച്ചിരിക്കുമ്പോഴുള്ള വൈകാരിക മണ്ഡലങ്ങളാണിതെല്ലാം. സ്നേഹം, സങ്കടങ്ങൾ, ആഗ്രഹങ്ങൾ എന്നിവയുടെ ഊർജം കേന്ദ്രീകരിക്കുന്ന സ്ഥലമാണിത്. ചിന്തകൾക്കാണ് ഇവിടെ രൂപവും ശക്തിയും ഉള്ളത്. ചിന്തയില്ലാതെ ഒരു മനുഷ്യനെ ഇല്ല. ഏതൊരു വ്യക്തിയാണോ ഞാൻ ആത്മീയ തലത്തിൽ ഉയർന്നു എന്ന് പറയുമ്പോഴും ആ വ്യക്തി ചിന്തകൾക്ക് അടിമയാണ്. ജന്മാന്തരങ്ങളായി കിട്ടിക്കൊണ്ടിരിക്കുന്ന അനുഭവമാണ് ചിന്തയെന്ന് പറയും. അതൊരിക്കലും മാറാൻ സാധ്യമല്ല. അത് മാറണമെങ്കിൽ മനസ്സില്ലാതാകുന്ന അവസ്ഥയിലേക്ക് എത്തണം. അടുത്തത് കർമ്മ വിചാരണാ മണ്ഡലം എന്ന് പറയും. ആത്മാവ് താൻ ചെയ്ത നല്ലതും ചീത്തയുമായ കാര്യങ്ങളെക്കുറിച്ച് സ്വയം ബോധവാനാകുന്ന തലം. ഇവിടെ വെച്ചാണ് സ്വന്തം കർമ്മങ്ങളുടെ വ്യാപ്തി ആത്മാവ് അനുഭവിക്കുന്നത്. ആത്മാവ് സ്വതന്ത്രനാണെങ്കിൽ പോലും സൂക്ഷ്മ ശരീരവുമായി കൂടെ നിൽക്കുമ്പോൾ മനസ്സ് കൂടെ ഉള്ളത് കൊണ്ട് ഈ കർമ്മ വിചാരണ നടന്നുകൊണ്ടേയിരിക്കും. താൻ ചെയ്ത നല്ലതും ചീത്തതുമായ കാര്യങ്ങളെക്കുറിച്ച് അനുഭവിച്ചറിഞ്ഞത് കൂടുതലും ചീത്തയായതുകൊണ്ട് എപ്പോഴും ദുഃഖിക്കേണ്ട അവസ്ഥ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്തത് പിതൃസ്മൃതി മണ്ഡലം, അതായത് കുടുംബ ബന്ധങ്ങൾ, മുൻഗാമികളുടെ ഊർജം, വംശപരമായി കൈമാറി വന്ന ഓർമ്മകൾ എന്നിവയായി ആത്മാവ് സമ്പർക്കത്തിൽ വരുന്ന ഘട്ടമാണ് ഈ സ്മൃതിമണ്ഡലം എന്ന് പറയുന്നത്. അതായത് ഈ മണ്ഡലത്തിൽ എപ്പോഴും നമ്മൾ മുൻഗാമികളുടെ ഊർജം നമ്മളിൽ, അതായത് കുടുംബ ബന്ധങ്ങളെ ഓർത്തോർത്ത് ജീവിച്ചിരിക്കുന്ന സമയമാണ്. തൻ്റെ കുടുംബം, തൻ്റെ മക്കള് ഇതിനെല്ലാം ആശ്രയിച്ചു വന്നു. ഇതുകൊണ്ടാണ് പറയാം, മരണം കഴിഞ്ഞു കഴിഞ്ഞാലും ഒരാത്മാവിനൂടെ ഒന്ന് വിട്ടുപോകാൻ പറ്റാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കുടുംബ ബന്ധങ്ങളിൽ ഏറ്റുപോയ ആ അറ്റാച്ച്മെന്റാണ്. അടുത്ത മണ്ഡലം എന്ന് പറയുന്നത്, 8ാമത്തെ മണ്ഡലം എന്ന് പറയുന്നത് വിവേകം അല്ലെങ്കിൽ ധർമ്മമണ്ഡലം എന്ന് പറയും. ഭൗതിക ലോകത്തിലെ ലൗകിക കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായി വേർപെട്ട് അടുത്ത ആത്മീയ യാത്രയ്ക്കായി ആത്മാവിവേകവും ശാന്തതയും കൈവരിക്കുന്ന സ്ഥലമാണിത്. ഇത് ഒരു ജന്മത്തിൽ സാധിച്ചെടുക്കാവുന്ന കാര്യമല്ല, പല ജന്മം കൊണ്ട് സാധിച്ചെടുക്കുന്നതാണ് ഈ 18 മണ്ഡലം കടക്കുക എന്നുള്ളത്. അതൊരു നിസ്സാര യാത്രയല്ല എന്നുള്ളത് മനസ്സിലാക്കുക. വിവേകം ഉദിക്കുന്ന മണ്ഡലമാണ്. മനസ്സ്, അതായത് ആ തലത്തിൽ നിന്നുകൊണ്ട് മനസ്സ് മാറാൻ തുടങ്ങുന്ന അവസ്ഥയ്ക്കാണ് ഈ പറയുന്നത്. മരണശേഷം ഉണ്ടാകുന്ന അവസ്ഥയിൽ, ജീവിച്ചിരിക്കുമ്പോഴും ഈ അവസ്ഥ നമുക്ക് ഒരു സനാതന ധർമ്മിക്ക് അനുഭവിച്ചറിയാൻ കഴിയും. പക്ഷെ അവൻ ആ തലത്തിൽ ജീവിച്ചു പോയാൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പോൾ ആ ഒരു തലത്തിൽ നിന്നും അടുത്ത തലത്തിലേക്ക് തന്നെയാണ് നമുക്ക് കടക്കാൻ നോക്കുന്നത്. അപ്പോൾ ഇവിടെ 8ാമത്തെ മണ്ഡലം എത്തിക്കഴിയുമ്പോൾ വിവേകത്തിന്റെ തലത്തിലേക്ക് വന്നു കഴിഞ്ഞു. അടുത്ത സൂര്യമണ്ഡലമാണ്, അതായത് സോളാർ എനർജി പ്ലാൻ എന്ന് പറയും. പ്രകാശത്തിന്റെയും ഉയർന്ന ജ്ഞാനത്തിന്റെയും മണ്ഡലമാണിത്. ആത്മാവിൽ അവശേഷിക്കുന്ന അജ്ഞാനത്തിന്റെ ഇരുൾ നീങ്ങി ദിവ്യമായ വെളിച്ചവും ഊർജവും കൈവരുന്ന ഒരു സമയമാണ് സൂര്യമണ്ഡലം എന്ന് പറയും. ഇവിടെ വരുമ്പോഴേതാണ്ട് ആത്മാവിന് എല്ലാം ഒന്ന് മാറിക്കഴിഞ്ഞ് ആത്മാവ് സ്വയം പ്രകാശിക്കാൻ എടുക്കുന്ന സമയം, അതായത് ആത്മാവ് സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണിത്. അടുത്തത് ചന്ദ്ര ഗന്ധർവ മണ്ഡലം. ഭൗതിക സങ്കല്പർക്ക് അതീതമായ ശാന്തത, ആനന്ദം, കലാത്മകവും പവിത്രവുമായ ഊർജം എന്നിവ നിറഞ്ഞ സ്ഥലമാണ് ഈ പറയുന്ന ചന്ദ്രഗന്ധർവ മണ്ഡലം എന്ന് പറയും. പുണ്യകർമ്മങ്ങൾ ചെയ്ത ആത്മാക്കൾക്ക് വിശ്രമവും ആനന്ദവും നൽകുന്ന തലമാണിത് എന്ന് പറയപ്പെടുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ സ്വർഗം എന്നൊക്കെ പറയാറുണ്ട്. സ്വർഗത്തെക്കുറിച്ച് ഉപനിഷത്തിൽ വ്യക്തമായിട്ട് ഒന്ന് പറയുന്നുണ്ട്. ചന്ദ്രമണ്ഡലത്തിലാണ് സ്വർഗം എന്നത് പറയാറുണ്ട്. അവിടെ കുറച്ചുനാൾ തങ്ങി എന്നതിന് ശേഷം പിന്നെയും ആത്മാവിന് മുന്നോട്ട് പോകാനുള്ള ഗതിയുണ്ട്. ചിലത് തിരിച്ചു വരുന്നുണ്ട്. അതാണ് ഉത്തരായണവും ദക്ഷിണായനവും പറയുന്നുണ്ട്. 8ാമത്തെ അധ്യായം ഭഗവത്ഗീത വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ശാന്തോഗ്യ ഉപനിഷത്തിലും ഇതിനെപ്പറ്റി വ്യക്തമായി പറയുന്നുണ്ട്. പഞ്ചാഗ്നി വിദ്യയിൽ ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതെല്ലാം
വളരെയധികം കൃത്യമായിട്ട് അങ്ങോട്ട് പോകേണ്ടതും തിരിച്ചു വരേണ്ടതുമായ യാത്രയുണ്ട്. അടുത്തത് നക്ഷത്ര പുണ്യമണ്ഡലമാണ്. ആത്മാവ് തൻ്റെ ഉയർന്ന സുഹൃതങ്ങളുടെ ഫലം അനുഭവിക്കുന്ന മണ്ഡലം. ഇവിടെ വെച്ച് ഉയർന്ന ദേവതകളുടെയും പുണ്യാത്മാക്കളുടെയും സാന്നിധ്യവും അനുഗ്രഹവും ലഭിക്കുന്നു എന്ന് പറയപ്പെടുന്നു. ഈ മണ്ഡലത്തിൽ പുണ്യാത്മാക്കളുടെ സാന്നിധ്യം ഉണ്ടാവും, അവരുടെ അനുഗ്രഹവും ഉണ്ടാകും. അടുത്തതെന്ന് പറഞ്ഞാൽ മഹർ മണ്ഡലമാണ്. മഹർ മണ്ഡലം തപസ്വികളും ഋഷിമാരും വസിക്കുന്ന ആത്മീയ തലത്തിനെയാണ് മഹർ മണ്ഡലം എന്ന് പറയും. ആത്മാവ് ലൗകികമായ എല്ലാ പുനർജനിക വാസനകളിൽ നിന്നും മുക്തമായി ബ്രഹ്മജ്ഞാനത്തിന്റെ അടുത്തേക്ക് ഉയരുന്ന ഘട്ടമാണ് മഹർ മണ്ഡലം എന്ന് പറയും. അടുത്തത് 13 തൊട്ട് 18 വരെയുള്ള മണ്ഡലങ്ങളാണ്. അടുത്തത് ജനമണ്ഡലം എന്ന് പറയും. അതായത് പ്ലെയിൻ ഓഫ് ക്രിയേഷൻ ആൻഡ് നോളജ്. ആത്മീയ ജ്ഞാനം ലഭിച്ച പുണ്യാത്മാക്കൾ എത്തിച്ചേരുന്ന മണ്ഡലമാണ് അല്ലെങ്കിൽ തലമാണിത്. ബ്രഹ്മാണ്ടത്തിന്റെ സൃഷ്ടിപരമായ സർഗാത്മക ഊർജവുമായിട്ട് ആത്മാവ് ബന്ധപ്പെടുന്ന ഒരു അവസ്ഥയാണ് ജനമണ്ഡലം എന്ന് പറയും. അടുത്തത് തപോമണ്ഡലമാണ്. കഠിന തപസ്സും ധ്യാനവും ചെയ്ത മഹർഷിമാരുടെയും സിദ്ധന്മാരുടെയും മണ്ഡലമാണ് ഈ പറയുന്ന തപോമണ്ഡലം എന്ന് പറയും. ആത്മാവ് അതിശക്തമായ ആത്മീയ ഊർജം കൈവരിക്കുന്ന ഘട്ടമാണ് തപോമണ്ഡലം എന്ന് പറയപ്പെടുന്നത്. അടുത്ത സത്യമണ്ഡലമാണ്. ബ്രഹ്മലോകം എന്ന് പറയും. സൃഷ്ടികർത്താവായ ബ്രഹ്മാവിന്റെ ലോകം. ഇവിടെ എത്തുന്ന ആത്മാവിന് പിന്നീട് സാധാരണ രീതിയിലുള്ള പുനർജന്മം ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നുണ്ട്. സത്യലോകം എന്ന് പറയുന്നു, ബ്രഹ്മലോകം എന്ന് പറയുന്നു. ബ്രഹ്മം എന്ന് പറയുന്ന സങ്കല്പമാണ്, അതായത് ബ്രഹ്മാവ് എന്ന് പറയുന്ന സങ്കല്പമാണ്. സത്യമണ്ഡലം ഉണ്ടായിരിക്കാം എന്നാണ് വെളിവാകുന്നത്. അടുത്തത് വൈകുണ്ഠ മണ്ഡലം, അതായത് വിഷ്ണു മണ്ഡലം എന്ന് പറയും. പ്രിസർവേഷൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ആൻഡ് ബ്ലിസ്, പരമമായ ശാന്തിയും ആനന്ദവും നിറഞ്ഞ തലം. ഭക്തിയുടെയും അല്ലെങ്കിൽ ഭക്തിയിലൂടെയും ധർമ്മത്തിലൂടെയും ആത്മാവ് വിഷ്ണു ചൈതന്യത്തിൽ വസിക്കുന്നു എന്നാണ് ഇതിനകത്ത് പറയപ്പെടുന്നത്. ഇങ്ങനെയുള്ള 17 മണ്ഡലങ്ങൾ കഴിഞ്ഞ് 18ാമത്തെ മണ്ഡലത്തിലേക്ക് ആത്മാവ് എത്തിച്ചേരുമ്പോഴാണ് അത് നിത്യശാന്തിയിലേക്ക് വരുന്നതെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. 18ാമത്തെ മണ്ഡലമാണ് ബ്രഹ്മമണ്ഡലം എന്ന് പറയും. ഇത് അതിസൂക്ഷ്മമായ മണ്ഡലമാണ്. ഈ മണ്ഡലം എന്ന് പറയുന്നത് അവസാന മണ്ഡലമാണ്. ഈ മണ്ഡലത്തിൽ എത്തിച്ചേരുമ്പോൾ ഒരു വ്യക്തി അവൻ്റെ ജീവിതത്തിൻ്റെ പാത പൂർണ്ണമായിട്ട് എത്തിച്ചേരുന്നു അല്ലെങ്കിൽ പൂർണ്ണതയിൽ എത്തിച്ചേരുന്നു എന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി ഈ വിവരങ്ങളൊക്കെ നമുക്ക് എവിടെ നിന്ന് കിട്ടി, ഏതൊക്കെ ഗ്രന്ഥത്തിൽ നിന്നാണ് കിട്ടിയെന്നൊക്കെ നോക്കാം. യോഗ ചൂടാമണി ഉപനിഷത്ത് ശരീരത്തിനുള്ള 3 മണ്ഡലങ്ങളെക്കുറിച്ചും അഗ്നി സൂര്യ ചന്ദ്രമണ്ഡലങ്ങൾ പ്രാണൻ വിവിധ ആത്മീയ ഘട്ടങ്ങളിലൂടെ ഉയർന്ന് പരമാത്മാവിൽ ലയിക്കുന്നതിനെക്കുറിച്ചും ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. അടുത്തത് സിദ്ധാന്ത പദ്ധതി. നാഥയോഗികളുടെ, അതായത് ഗോരഖ്നാഥ് എന്ന് പറയുന്ന നാഥയോഗി, ഈ ഗ്രന്ഥത്തിലാണ് ഭൗതിക മൃഗീയ വാസനകൾ നിറഞ്ഞ താഴ്ന്ന ശരീരതലങ്ങളെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. പ്രപഞ്ചബോധത്തിലേക്ക് വികസിക്കുന്ന 18 പിണ്ഡമണ്ഡല അവസ്ഥകളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തന്ത്രരാജതന്ത്രം അല്ലെങ്കിൽ ഭാവന ഉപനിഷത്ത് ശ്രീചക്ര ആരാധനയിലും തന്ത്രശാസ്ത്രത്തിലും ആത്മാവ് താണ്ടുന്ന 18 അവസ്ഥകളെയും മണ്ഡലങ്ങളെയും അല്ലെങ്കിൽ ആവരണങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഒരു നിശ്ചിത ശ്ലോകത്തിൽ 18 മണ്ഡലങ്ങളെയും ഇതേ പേരുകളിൽ വിശദീകരിച്ചിട്ടില്ല, നിരത്തിയിട്ടില്ല. മറിച്ച് ഈ പറഞ്ഞ ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ ഇതിനെ അല്പാൽപമായിട്ട് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇത് മനസ്സിലാക്കുക.